ചെയ്തവരുടെയും സ്മരണയ്ക്ക് മുന്നിൽ പ്രണാമപൂർവം ഹൃദയാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് കൈകൾ ചലിക്കുന്ന നേരം നീറുന്ന കരളിന്റെ കൈക്കൊമ്പിൽ നിന്നും ചൊരിയുന്ന നാദ നീ സ്നേഹധാര നേരിന്റെ പാത തെളിക്കണം ദേവാ നേരിന്റെ പാത തെളിക്കണം ദേവാ ലോക സമസ്ത സുഖിനോ ഭവന്തു ഈ മന്ത്രമീ ലോകമെങ്ങും മുഴങ്ങാൻ. ചടങ്ങിന്റെ അധ്യക്ഷസ്ഥാനം വഹിക്കുന്ന ബഹുമാനപ്പെട്ട KCBL ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ മിൻഹാജാനം IAS അവர்கள், ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ പള്ളിവാസൽ അങ്കണത്തിൽ വെച്ച് നിർവഹിക്കപ്പെട്ടായി. അതിനോടനുബന്ധിച്ച് നടക്കുന്ന മറ്റ് പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്ന ആദരണീയനായ കേരളത്തിന്റെ വൈദ്യുത മന്ത്രി ശ്രീ K കൃഷ്ണൻകുട്ടി അവർ, ബഹുമാനപ്പെട്ട ADM ശ്രീ ശ്രീജിത്ത് ഇടുക്കി, ജനറേഷൻ ചീഫ് എഞ്ചിനീയർ വിച്ചു രാജൻ ചോൺ, ഡാം സെഫ്റ്റി ചീഫ് എഞ്ചിനീയർ ജയകുമാർ, ജനറേഷൻ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ശ്രീമതി പാർവതി, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ജനപ്രതിനിധികളെ, ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ KCB സംബന്ധിച്ചോളം വളരെ പ്രാധാന്യമുള്ള ഒരു കുറേ നിമിഷങ്ങൾ സമ്മാനിച്ച ഒരു ദിവസമായിരുന്നു. കേരളത്തിന്റെ ആദരണീയായ മുഖ്യമന്ത്രി, അതായത് 60 മെഗാവാട്ട് ശേഷിയുള്ള പള്ളിവാസൽ വിപുലീകരണ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച ഒരു ദിവസം കൂടിയാണിത്. അതേ ദിവസം തന്നെ നമ്മുടെ കേരളത്തിന്റെ വൈദ്യുതി ഉൽപാദന രംഗത്ത് എന്നും അഭിമാനമായിട്ട് നിലകൊള്ളുന്ന ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ദിവസം കൂടിയാണിത്. നമ്മുടെ നാടിൻ പുരോഗതി കല്ലാകുമുദ്രേത്രം കേരള നാടിൻ മൂലമറ്റം വൈദ്യുതി നിലയം പുഴകളും മലകളും കാനനവും കാട്ടരുവികളും ഇടുക്കിയാക്കും പുറത്തി മലകൾക്കിടയിൽ പെരിയാറിൻ നിധി കാക്കുമ്പോ വിശ്വവിജ്ഞാനമാനമായി ഈ പദ്ധതി വഞ്ചല സംഭരണി കുളമാകും ചെറുതോണിയും സംഭരണി സുവർണ ജൂബിലി മക്കളുടെ നായകൻ ഈ പദ്ധതിതൻ കമ്മരീതിയിൽ ജീവൻ ത്യജിച്ചൊര സഹചരേ സോദരരേ സാക്ഷികളേ അഞ്ജലി പുഷ്പാഞ്ജലി. കൈകൾ കോർത്തു പിടിക്കാം ഇടതടവില്ലാതെ വൈദ്യുതി എല്ലാവർക്കും ഈ നിലയത്തിൽ സന്ദന ചെയ്ത സേവ
മന്മനോഹരങ്ങൾ മംഗളാശംസകൾ ചിപ്പിക്കുള്ളിലെ മുത്തുപോലെ ഭൂമിക്കുള്ളിലെ നിധിയാ കീർത്തി പരത്തി വിരാജിക്കും നമ്മുടെ സ്വന്തം വൈദ്യുതി നിലയം കാത്തുപാലിക്കുവാൻ കൈകൾ കോർക്കാം. ജൂബിലി 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 സുവർണ്ണ ജൂബിലി 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 സുവർണ്ണ ജൂബിലി 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 സുവർണ്ണ ജൂബിലി. വിവിധ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. സൗര ട്രാൻസ്ഗ്രിഡ്, ദ്യുതി, കെ-ഫോൺ, നിലാവ് തുടങ്ങിയ പദ്ധതികൾ ആധുനിക കേരളത്തിലെ ഊർജ ഇൻ്റർനെറ്റ് ആവശ്യങ്ങൾ നിറവേറ്റുവാൻ ഉപയുക്തമാണ്. ആധുനിക സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്തി മാന്യ ഉപഭോക്താക്കൾക്ക് മെച്ചപ്പെട്ട സേവനം നൽകാൻ KSEB ലിമിറ്റഡ് പ്രതിജ്ഞാബദ്ധമാണ്. വികസന രംഗത്ത് അനുദിനം വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾക്ക് അനുസൃതമായും വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നിരവധി ജലവൈദ്യുത പദ്ധതികൾ KSEB ലിമിറ്റഡും കേരള സർക്കാരും ആസൂത്രണം ചെയ്ത് നടപ്പാക്കി. മുഖ്യമന്ത്രി പള്ളി വാസൽ എക്സ്റ്റൻഷൻ സ്കീമിൻ്റെ ഇന്നോവേഷൻ ചെയ്തു. പിന്നെ അതിന് കൂടെ ഈ ഗോൾഡൻ ജൂബിലി സെലിബ്രേഷൻ ഇടുക്കി ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ടിന്റെ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. സുവർണ്ണ ജൂബിലി ആഘോഷ പരിപാടികൾ വർണ്ണശബളമാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ വൈദ്യുതി വകുപ്പ് മന്ത്രി ഭദ്രദീപ പ്രകാശനം നടത്തുന്നു. KSEBയുടെ ഉയർന്ന ഉദ്യോഗസ്ഥരും ജനനായകരും അത് ഏറ്റുവാങ്ങി ദീപം പകരുന്നു. ഇടതൂർന്ന കാടിൻ നടുവിലൂടെ ഒരു നാൾ ശക്തിതരംഗ പ്രവാഹത്തിന് ഉത്ഭവം കുറവൻ കുറത്തി മലകൾക്കിടുക്കിനെ വഴികാട്ടിയ മൂപ്പൻ മഹാപ്രണാമം. ഇടുക്കി ജലവൈദ്യുത പദ്ധതി എന്ന മനുഷ്യ പ്രയത്ന മഹാത്ഭുതത്തിന്റെ ആദ്യ സുത്യർഹനായ ശ്രീ കരിവെള്ളിയാൻ കൊലപ്പൻ മൂപ്പന്റെ ദീപ്തസ്മരണയ്ക്ക് ആദരപൂർവ്വം ഹൃദയാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തെ ആദരിക്കുന്ന അതിപ്രധാനമായ ചടങ്ങാണ് കേരള വൈദ്യുതി ബോർഡിൻ സംരംഭത്തിന് 50 തികയുന്ന ശ്രീ R ദേവരാജൻ, ശ്രീ N വെങ്കടേശൻ, ശ്രീ P രാമചന്ദ്രൻ നായർ, ശ്രീ പ്രേമാനന്ദൻ K, ശ്രീ ജോൺ, ശ്രീ AV മണി, ശ്രീ ജോൺ AV, ശ്രീ MP ലളിതാംബിക, ശ്രീ AP ആന്റണി. അവരെ സ്വീകരിക്കാൻ സാധിച്ചത് ജീവിതത്തിലെ ഒരു വലിയ നഷ്ടമായിട്ടാണ്. അവരെ ഓർമ്മിക്കാൻ നമുക്ക് സാധിച്ചല്ലോ. കേരളത്തിന്റെ വികസന ചരിത്രത്തിലെ ഏറ്റവും തിളക്കാവുന്ന അധ്യായമായ ഇടുക്കി ജലവൈദ്യുതിയുടെ 50ാം വാർഷികം ആഘോഷിക്കുന്ന ഈ ചരിത്ര നിമിഷത്തിൽ നിങ്ങളോടൊപ്പം ചേർന്ന് ഏറ്റവും ധന്യമായി ഞാൻ കരുതുന്നു. ഇടുക്കിയുടെ സുവർണ്ണ ജൂബിലി ആഘോഷത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി കാലത്ത് നിർവഹിച്ചു. 1976 ഫെബ്രുവരി 12-നാണ് രാഷ്ട്രത്തിന് സമർപ്പിക്കപ്പെട്ടത്. ഇന്ന് നാം ഇവിടെ നിൽക്കുമ്പോൾ കേവലം ഒരു അണക്കെട്ടിന്റെ വാർഷികമല്ല നാം ആഘോഷിക്കുന്നത്. നമുക്ക് ഒരു നാടിനെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തേക്ക് നയിച്ച വലിയ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തെയാണ്. ഇടുക്കിയിൽ നിന്ന് പരിശോധിക്കുമ്പോൾ ഇടതുപക്ഷ സർക്കാരുകൾ ഈ നാടിനായി കാട്ടിയ ദീർഘവീക്ഷണം നന്ദിയോടെ സ്മരിക്കണം. ജൂബിലിയുമായി ബന്ധപ്പെട്ട് ജനറേഷൻ സർക്കിൾ സിഇക്ക് ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി മൊമെന്റോ സമ്മാനിക്കുന്നു. ശ്രീ ജി സുകുമാരൻ നായർ അവர்கள், ശ്രീ KJ തോമസ് അവர்கள், ശ്രീ KJ വർഗീസ് അവர்கள், ശ്രീ പോൾ ജോർജ് അവர்கள், ശ്രീ രാജൻ KR അവர்கள், ശ്രീ നാരായൺ MK അവர்கள், ശ്രീ സാം ജോസഫ് അവர்கள், ശ്രീ ഷീബ തോമസ് അവர்கள், ശ്രീ ആനന്ദൻ AK അവர்கள். പരിപാടികളുടെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ മീറ്റിംഗ് സംഘടിപ്പിച്ചത്. ഇതിന് മുന്നോടിയായ തൊഴിലാളികളെയും അന്നത്തെ ഓഫീസർമാരെയും പ്രത്യേകം അനുമോദിച്ചു എന്നുള്ള ഒന്നാണ്. അവർ വളരെ കാലത്ത് അവരുടെ ആദ്യകാലങ്ങളിലൊക്കെ അവരുടെ പ്രയത്നം കൊണ്ടാണ് നമുക്ക് ഈ ജലവൈദ്യുത പദ്ധതി ഈ രീതിയിൽ എത്തിക്കാൻ നമുക്ക് സാധിച്ചെന്ന് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ചെയർമാൻ, മാനേജിംഗ് ഡയറക്ടർ, KSEB ലിമിറ്റഡ് സ്വാഗതം ആശംസിച്ച സജീവ് ജി, ജനറേഷൻ സർക്കിൾ ഇലക്ട്രിക്കൽ ശ്രീ പിണറായി വിജയൻ നിർവഹിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് എത്തിച്ചേർന്ന് ആശംസ അർപ്പിക്കും. അതോടൊപ്പം തന്നെ
ഇലക്ട്രിസിറ്റി ബോർഡ് ജീവനക്കാരും മുൻകാല ജീവനക്കാരും നമ്മുടെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാലങ്ങളായി ആദ്യകാലം വളരെ ത്യാഗം ഈ പദ്ധതി പൂർത്തീകരിച്ച് എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട ജീവനക്കാർക്ക് ആദരവ് നൽകുകയും ചെയ്ത നമ്മുടെ ജനസേവന വകുപ്പ് വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ കൃഷ്ണൻകുട്ടി അവർ, സജീവ് സാറ്, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് പള്ളിവാസൽ 10 മണിക്ക് ഈ പൂർണ്ണ ജൂബിലി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ കേരളത്തിന്റെ ഇവിടെ ഈ ഉദ്ഘാടനം നിർവഹിച്ച കേരളത്തിന്റെ ആദരണീയനായ വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടി അവർ അകത്തു നടക്കുന്ന ചടങ്ങുകളെല്ലാം ഞങ്ങളന്ന് ടിവിയിലാണ് ഇടുക്കിക്കാർ ആദ്യമായി ടി വി കാണുന്നത്. ഇന്നത്തെ പോലെ പ്രധാനമന്ത്രിയെ കാണാൻ വലിയ യുക്തിയൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് കാണേണ്ടത് പ്രധാനമന്ത്രിയുമായിരുന്നില്ല, ടി വി ആയിരുന്നു. ടി വി എന്ന ഒരു പ്രതിഭാസം കാണാൻ വേണ്ടിയാണ് ഇവിടെ പോയത്. അങ്ങനെ 50 വർഷക്കാലം മുൻപ് രൂപീകരിച്ചിട്ട് കേരളത്തിൽ ആകമാനം വൈദ്യുതി എത്തിക്കുന്ന കഴിയുന്ന ഒരു പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിച്ചവരും റിട്ടയർ ആയവരും ഇപ്പോൾ പ്രവർത്തിക്കുന്നവരുമായ മുഴുവൻ വൈദ്യുതി വകുപ്പിലെ ഉദ്യോഗസ്ഥരെയും അതിൽ നേതൃത്വം കൊടുക്കുന്നവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദിക്കുകയാണ്. വേദിയിലും ജനപ്രതിനിധികളെ, KCB ഉദ്യോഗസ്ഥരെ, സഹപ്രവർത്തകരെ, നല്ലവരായ നാട്ടുകാരെ, മഹത്തായ ഇടുക്കി പദ്ധതിയുടെ 50ാം വാർഷിക വേളയിൽ ഈ പദ്ധതിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നതിനും ഇവിടെ പദ്ധതിയുടെ ഈ 50ാം വാർഷികത്തിനുള്ള ആശംസകൾ നേരുന്നതിനും കിട്ടിയ ഈ അവസരം ഞാൻ വളരെ അഭിമാനത്തോടു കൂടിയാണ് ഇതിനെ കാണുന്നത്. അപ്പോൾ ലോഗോ ഡിസൈൻ ചെയ്ത് മത്സരത്തിൽ വിജയിയായി നമ്മുടെ ഗോൾഡൻ ജൂബിലിയുടെ ലോഗോ തന്നെയായി മാറിയ ജെയ്സൺ സാമുവൽ അവരുടെ ആദരിക്കുന്നതിന് നമ്മുടെ ഡയറക്ടർ സജീവ് സാറിനെയും ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി ജെയ്സൺ മാനുവലിനെയും ക്ഷണിച്ചുകൊള്ളുന്നു. ഗോൾഡൻ ജൂബിലി സോങ് അത് എഴുതി തയ്യാറാക്കിയത് ജോസഫ് ME അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണ്. അത് പാടിയത് അനിൽ സബ് എഞ്ചിനീയർ ആണ്. അവരെ രണ്ടുപേരെയും ഞാൻ ഈ വേദിയിലേക്ക് വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി ക്ഷണിക്കുന്നു. ഇനി നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രചരണത്തോടുള്ള ഗോൾഡൻ ജൂബിലി വീഡിയോ തയ്യാറാക്കിയത് കമൽ അസിസ്റ്റന്റ് എഞ്ചിനീയറും അനിൽ സബ് എഞ്ചിനീയറും ചേർന്നാണ്. രണ്ടുപേരെയും ഞാൻ വേദിയിലേക്ക് ആദരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. PK ബാബു, ചീഫ് എഞ്ചിനീയറായി റിട്ടയർ ചെയ്ത PK ബാബു, ഗബീർ PH, നമ്മുടെ പ്രിയപ്പെട്ട സബ് എഞ്ചിനീയർ ഗബീർ PH. അടുത്തതായി അനിരുദ്ധൻ VR, വിളിക്കാം. എം ശ്രീകുമാർ സാർ, താങ്ക് യു സാർ. അച്ഛനപ്പൂപ്പന്മാരായിട്ട് നമ്മുടെ KCBയുടെ ഫോട്ടോ ഫ്രെയിമിലാക്കിയ KCBയുടെ ആ ചരിത്രം കാത്തു സൂക്ഷിച്ച ജയ സ്റ്റുഡിയോയിലെ ജോജിയെ വളരെ സ്നേഹപൂർവ്വം ഞങ്ങളുടെ ആദരവ് ഏറ്റുവാങ്ങുന്നതിനായിട്ട് ക്ഷണിക്കുന്നു. താങ്ക് യു ഓൾ, താങ്ക് യു വെരി മച്ച്. കൃതജ്ഞത അർപ്പിക്കുന്നതിനായി ജനറേഷൻ സർക്കിൾ മൂലമറ്റം ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ശ്രീമതി പാർവതി M അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. കൃഷ്ണൻകുട്ടി സർ, ആദരണീയായ ഡയറക്ടർ ശ്രീ സജീവ് സർ, ADM ശ്രീ സർ, C വിജയരാജൻ സർ, ശ്രീ ജയകുമാർ സർ, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ, ആദരണീയായ ഗവൺമെന്റ് കുടുംബാംഗങ്ങൾ, ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്ത് വിശ്രമ ജീവിതം നയിക്കുന്ന നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ വിശിഷ്ട വ്യക്തികളെ, KCBയിലെ ഉദ്യോഗസ്ഥരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. ആദ്യമായി ഞാൻ ഈ യോഗത്തിൻ്റെ അധ്യക്ഷ പദം അലങ്കരിച്ച ആദരണീയായ KCB CMD ശ്രീ മിൻഹാസ് സാറിനെ ജനറേഷൻ വിഭാഗത്തിൻ്റെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും എൻ്റെ പേരിലും ഞാൻ നന്ദി അർപ്പിക്കുന്നു. നമ്മുടെ ഈ യോഗത്തിൻ്റെ മുഖ്യാതിഥിയും നമ്മുടെ പ്രിയകരനായ വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ കൃഷ്ണൻകുട്ടി സാർ അവർക്ക് നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും
ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ഡയറക്ടർ സജീവ് സാർ, ശ്രീ വിജയരാജൻ സാർ, ADM ശ്രീ സാർ, ശ്രീ ജയകുമാർ സാർ, അറക്കുളം ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീമതി സുശീല ഗോപി, ശ്രീ ശിവൻ നായർ, ശ്രീ വിപിൻ, ശ്രീ ടോമി, ശ്രീ AD മാത്യു, ശ്രീ വേലിക്കുട്ടൻ, ശ്രീ കൊലുമ്പൻ്റെ കുടുംബാംഗങ്ങൾ, ഈ പ്രോഗ്രാം ഇത്രയും ഭംഗിയായിട്ട് നടത്തുവാൻ അധ്വാനിച്ച എൻ്റെ പ്രിയ സഹപ്രവർത്തകരായ ഡെപ്യൂട്ടി